വെൽക്കം ടു റിലയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തത് ഫിൻ പ്ലേറ്റ് കണക്ഷൻ ആയിരുന്നു. എങ്ങനെ ഒരു ഫിൻ പ്ലേറ്റ് കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നോക്കാനായിട്ട് കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ടും വെബിലോട്ടും വരുന്ന, അതായത് കോളത്തിന് ചുറ്റും വരുന്ന എല്ലാ ഫ്ലോറിലെയും കണക്ഷൻസ്, അതായത് 10.625, 12.625, അത് രണ്ടും ഡീറ്റെയിൽ 9 പ്രകാരമായിരുന്നു. പിന്നെ ഏറ്റവും ടോപ്പിലത്തെ ഡീറ്റെയിൽ 10 പ്രകാരമുള്ള കണക്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതെങ്ങനെ കൊടുക്കാമെന്ന് കാണിച്ചിട്ട്, അപ്പോൾ അതേപോലെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽ 10, അപ്പോൾ ഇതേപോലെ 14.165 പ്ലാൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. 14.165 പ്ലാൻ ഇവിടെയാണ് ഡീറ്റെയിൽ 10 എന്ന് പറഞ്ഞ് കോൾ ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ 10 എന്ന് പറയുന്നത് ഈ കാണുന്ന ബീം ഗ്രീൻ കളറിൽ കാണുന്നു. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഗ്രിഡ് 2 ആണ് വരുന്നത്. ഗ്രിഡ് 2 എടുക്കാം. റീഡ്രോ ചെയ്തു ഗ്രിഡ് 2. ഇപ്പോൾ ഡീറ്റെയിൽ 10 ഡിസൈൻ ഡ്രോയിങ്ങിൽ നോക്കിയാൽ ഡീറ്റെയിൽ 10 ഓക്കെ ഫൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ 10. പക്ഷേ ഡീറ്റെയിൽ 10 കാണിച്ചേക്കുന്നത് സെക്ഷൻ ജി കൊണ്ട് എച്ച് കൊണ്ട്. കൺഫ്യൂഷൻ വരണ്ട. സെക്ഷൻ ജി ആ ഡ്രോയിങ് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം കേട്ടോ. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. സെക്ഷൻ ജി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചെറിയ ബീമിൻ്റെ കണക്ഷനാണ്. അത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ ജി ഇവിടെ കാണിച്ചിട്ടില്ല കണ്ടോ. ഇതിനകത്ത് സെക്ഷൻ ജി കാണിച്ചില്ല, കാരണം ഓൾറെഡി അവർ ഈ ഒരു ഡ്രോയിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെവിടെയാണ്? ഡീറ്റെയിൽ 9ൽ സെക്ഷൻ ജി എടുത്തിട്ടുണ്ട്. കോളത്തിൻ്റെ വെബിലോട്ട് വരുന്ന ഈ സെയിം കണക്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് സെക്ഷൻ ജെ പ്രകാരമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ സെക്ഷൻ ജെ ഇവിടെ നമ്മളെടുത്തു. ഷിയർ പ്ലേറ്റ് കണക്ഷൻ എടുത്തു. നമ്മൾ അപ്ലൈ ഓക്കെ ചെയ്തിട്ടുണ്ട്. മുന്നത്തെ കണക്ഷൻ അപ്ലൈ ഓക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ ഓൾറെഡി അപ്ലൈ ഓക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. മെയിൻ പാർട്ട് എന്ന് പറഞ്ഞ കോളം സെലക്ട് ചെയ്തു. സെക്കൻഡറി പാർട്ട് എന്ന് പറഞ്ഞ് ബീം സെലക്ട് ചെയ്ത് ഇവിടെ വന്നു. പക്ഷെ ഇങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒന്ന് നോക്കിയേ, താഴോട്ടാണ് വരേണ്ടത് ബോൾട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കണക്ഷൻ്റെ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ നോർമൽ കൊടുത്തതുപോലെ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ടാബിൽ പോയി പ്ലേറ്റിൻ്റെ തിക്നെസ് ഇവിടെ എത്രയാണ് പറയുന്നത്? ഇവിടെ വന്നിട്ട് 12 mm തിക്ക് ഫിൻ പ്ലേറ്റ്. അപ്പോൾ നമ്മൾ കൊടുത്തു. ബാക്കി PL1 S275 ഫിൻ പ്ലേറ്റ് എന്ന് ഫില്ല് ചെയ്തു. പിന്നെ ബോൾട്ടിൽ പോയിട്ട് ബോൾട്ടിൻ്റെ സൈസ്, ഇവിടെ ബോൾട്ടിൻ്റെ സൈസ് എത്രയാണ് പറയുന്നത്? M20 ബോൾട്ട് തന്നെ പറയുന്നത്. അതിൽ 2 numbers 22 ഡയ ഹോൾസ്. അപ്പോൾ ഇതെല്ലാം ഓക്കെ. ഇനി ബോൾട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ബോൾട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്, നമ്പേഴ്സ്. ഇപ്പോൾ വേർട്ടിക്കൽ ഡയറക്ഷനിൽ എത്ര റോ ബോൾട്ടുകൾ വരുന്നുണ്ട്? വേർട്ടിക്കലിൽ 2 റോ വരുന്നുണ്ട്. ഇപ്പോൾ 2 എന്ന് പറഞ്ഞ് കൊടുത്തു. ഹൊറിസോണ്ടലിന് എത്ര? ഹൊറിസോണ്ടലിന് 1 റോ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1 കൊടുത്തു. ഇനി ആദ്യത്തെ ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ ടോപ്പ് വരെയുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്ര? 40 ആണ്, 45 അല്ല. അപ്പം നമ്മളിവിടെ അത് 40 കൊടുത്തു. ഇനി ഇവിടെ 2 ബോൾട്ടുകൾ പറയുന്നുണ്ട് അല്ലേ. 2 ബോൾട്ടുകൾ തമ്മിൽ ഡിസ്റ്റൻസ് 70. അപ്പോൾ ഇവിടെ നമ്മൾ 2 നമ്പർ ഇവിടെ 70 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എഡ്ജ് ഡിസ്റ്റൻസ് കൊടുക്കണം. ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ്. അത് ഡിസൈൻ ഡ്രോയിങ്ങിൽ നോക്കിയാൽ ഇവർ പ്ലേറ്റിൻ്റെ ടോട്ടൽ വിഡ്ത്ത് തന്നിട്ടുണ്ട്. ടോട്ടൽ വിഡ്ത്ത് എത്ര? 150. അപ്പോൾ നമുക്ക് ബാക്കി ഇനി എത്ര വരും? 70 + 40 - 150 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇനി 40 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 40 കൊടുത്തു. അപ്പോൾ ഇവിടെ ഇത്രയും കിട്ടി. ഇനി നെക്സ്റ്റ് വേണ്ടത് ഹൊറിസോണ്ടൽ ബോൾ ടു ബോൾ ഡിസ്റ്റൻസ് ഒന്നും വരുന്നില്ല, ഒരു സ്പേസിംഗ് ഉള്ളൂ. എഡ്ജ് ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ എഡ്ജ് വരെയുള്ളത് 40 കണ്ടില്ലേ, ഈ 40 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 40 ഇത് ഓക്കെ. ഈ 60 ഡിലീറ്റ് ചെയ്ത് കളയുക, അതിൻ്റെ ആവശ്യമില്ല. ഇനി ബീമിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആദ്യത്തെ ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്, ബീമിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ബോൾട്ടിൻ്റെ സെൻറ്റർ വരെ 40 തന്നെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 40 കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കൊടുത്ത് ഇവിടെ 26 വന്നം അല്ലേ. 26 കിട്ടാനായിട്ട് നമുക്കിവിടെ കൊടുക്കുന്ന ടോപ്പിനോട് ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ബീമിൻ്റെ ടോപ്പ് വരെ, ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ബീമിൻ്റെ ടോപ്പ് എന്ന് വെച്ചാൽ 40 + 26 66 വരും ഇവിടെ കൊടുക്കേണ്ടത്. 66 കൊടുത്തു. ഇനി വരുന്നത് ഏതാ? 10 ഗ്യാപ്പാണ് വരുന്നത്. മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ടിൽ നിന്ന് 10 ഗ്യാപ്പ്, അത് നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ അതെ ഓട്ടോമാറ്റിക് ഇവിടെ വന്നു അല്ലേ. ഇനി ഇത് മെഷർ ചെയ്തൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ ഇതെല്ലാം ഓക്കെ ആണെന്ന്. ഞാനിവിടെ അപ്ലൈ ഓക്കെ ചെയ്തിട്ട് ഈ സെയിം കണക്ഷൻ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ട് 3Dയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇതിപ്പോൾ നെക്സ്റ്റ്
ഗ്രിഡ് 12 ഇത് ഗ്രിഡ് 4 വരുന്നത്. ഇനി ഇവിടെയും അതേപോലെ തന്നെ മെയിൻ പാർട്ട് സെക്കൻഡറി പാർട്ട് ഓട്ടോമാറ്റിക് കണക്ഷൻ വന്നു. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ കണക്ഷൻസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കണക്ഷൻസും നമ്മൾ ബീമും കോളും തമ്മിലുള്ള കണക്ഷൻസ് കൊടുത്തു. ഇനി ഇവിടെ ചില കണക്ഷൻസ് ഇൻസൈഡായിട്ട് കാണാൻ പറ്റും, കണ്ടില്ലേ? ചില കണക്ഷൻസ് ഔട്ട്സൈഡിൽ വരും. ഇറക്ഷൻ്റെ ഫീസിബിലിറ്റിക്ക് വേണ്ടി എപ്പോഴും പ്ലേറ്റ് ഇൻസൈഡായിട്ട് വേണം ഇരിക്കാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഈ പ്ലേറ്റ് കോളത്തിൽ വെൽഡ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ? നമ്മൾ അസംബ്ലി ചെക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞു, അസംബ്ലി ഒബ്ജക്ട്സ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് പറഞ്ഞു, ഓൾറെഡി കോളത്തിനൊപ്പം പ്ലേറ്റ് വെൽഡ് ചെയ്ത് വരും. ഈ ബീം ക്രെയിനിൽ ലിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്, പുറത്തിരിക്കുന്നതുകൊണ്ട് ബീം നമ്മൾ ഇൻസൈഡ് എടുത്ത് കൊണ്ടുവന്ന് ആ പ്ലേറ്റിൽ മുട്ടിച്ച് വെച്ചിട്ട് ബോൾട്ട് ചെയ്യണം. അപ്പോൾ ഇറക്ഷൻ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി വർക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് വർക്ക് ലോഡ് കുറയ്ക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം? ഈ പ്ലേറ്റ് ഇൻസൈഡ് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ ചില കണക്ഷനൊക്കെ ഇവിടെ ഇൻസൈഡായിട്ട് വരുന്നുണ്ട്, ചിലത് ഔട്ട്സൈഡ്. ഇതൊക്കെ സോഫ്റ്റ്വെയറിൻ്റെ ചെറിയ എറേഴ്സ് വരുന്നതാണത്. അപ്പോൾ നമ്മളതൊക്കെ നോക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുക്കുക. അതുകൊണ്ടാണ് എപ്പോഴും കണക്ഷൻ കൊടുത്ത് 3Dയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്ലേറ്റ് ആണോ ഔട്ട്സൈഡ് കിടക്കുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി എടുക്കുക. പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ടാബിൽ പോവാം. പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ടാബിൽ ഈ ഇമേജ് കണ്ടോ? അതായത് ഇതൊരു ടോപ്പ് വ്യൂ ആയിട്ട് കാണിച്ചേക്കുന്നതാണ്. ഇപ്പോൾ പ്ലേറ്റ് കിടക്കുന്നത് ബീമിൻ്റെ വെബിൻ്റെ മേളിലായിട്ട് കിടക്കുന്നതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇടുക. ഇവിടെ താഴെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട് മോഡിഫൈ ചെയ്യുക. ഇപ്പോൾ പ്ലേറ്റ് അപ്പുറത്തോട്ട് പോയതുണ്ടോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലേറ്റ് അപ്പുറത്തോട്ട് സ്വിച്ച് ചെയ്തോളും. കണ്ടോ? പ്ലേറ്റ് ഇപ്പോൾ ഇൻസൈഡായി മാറി. ഇതേപോലെ എല്ലാ കണക്ഷനും ഇതേപോലെ എവിടെ ഔട്ട്സൈഡ് ഉണ്ട്, ഇവിടെയൊക്കെ ഔട്ട്സൈഡ് ഉണ്ട്, അതെല്ലാം ഇൻസൈഡാക്കി മാറ്റും. So hope you all understand this session. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ you can contact me. Thanks for watching this section.